അവിടത്തേക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലോ. അവിടുന്ന് കഥ പറഞ്ഞതിന് പുറകിലുള്ള നല്ല ഉദ്ദേശത്താലാണ് മിത്രമേ. ഇനി ബാക്കിയുള്ള കഥ. ശിവനും സതിയും ഏത് മനോഭാവത്തോടെയാണോ പിന്മാറിയത്, അതവർ രണ്ടുപേരിലും വേദന ഉളവാക്കി. സതി തന്റെ അസ്തിത്വത്തിനോടുള്ള ശിവന്റെ ആദരവാണ് ആഗ്രഹിച്ചത്. പിന്നെ ശിവൻ ചിന്തയിലായിരുന്നു. അവിടത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും ഇല്ല ശിവ, ഒരു സ്ഥാനവും ഇല്ല, ഒരു സ്ഥാനവും ഇല്ല. സതി ഈ വിഷയത്തിൽ വളരെ ക്രോധത്തിലായിരുന്നു, വളരെ ദുഃഖത്തിലുമായിരുന്നു. പക്ഷേ ശിവൻ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിൽ നിന്നും സതിയെ രക്ഷിക്കാനാണ് ആഗ്രഹിച്ചത്. സതി അവിടുത്തെ രാജകുമാരിയാണ്. അവിടുത്തെ സ്ഥാനം പ്രജാപതിയുടെ രാജകൊട്ടാരമാണ്. നമ്മുടെ പ്രണയം ദേവിക്ക് വേദന നൽകിയേക്കാം, കഷ്ടങ്ങളും നൽകാം. പക്ഷേ ശിവശക്തിയുടെ കൂടിച്ചേരലിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ മഹാദേവന് പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷെ അന്ന് അവിടെ സതിയുടെ സഹനശക്തിയും ധൈര്യവും സമാപ്തമാവുകയായിരുന്നു. സതി, കൊട്ടാരത്തിൽ മുഴുവൻ ഇപ്പോൾ ചർച്ചാ വിഷയം ശിവൻ നിന്റെ കരങ്ങൾ ബലമായി പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ എത്തിച്ചുവെന്നാണ്. ഇപ്പോൾ നിന്റെ തോന്നലുകളെല്ലാം ഇല്ലാതായല്ലോ സതി. അതെ ജ്യേഷ്ഠത്തി, തോന്നലുകളായിരുന്നു. അത് തകർന്നു പോവുകയും ചെയ്തു. എന്നാൽ ഇത് ശുഭവാർത്തയാണ്. നാം ഇപ്പോൾ തന്നെ പിതാശ്രീയെ അറിയിക്കുന്നതാണ്. നിന്നാലും ജ്യേഷ്ഠത്തി, അപൂർണമായ വാർത്തയാണ് അറിയിക്കുന്നതെങ്കിൽ പിതാശ്രീ ക്രോധിതനായാലോ? എങ്കിൽ അത് വേഗം പറയൂ. നാം അത് കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണോ ശിവനോടുള്ള നമ്മുടെ പ്രണയം ഭ്രമമായത്,
അതുപോലെ തന്നെ പിതാവിന് നമ്മോടുള്ള സ്നേഹവും ഭ്രമം തന്നെയായിരുന്നില്ലേ? നീ എന്താണ് പറഞ്ഞത്? നിനക്ക് ബോധം നഷ്ടപ്പെട്ടോ? അതെ ജ്യേഷ്ഠത്തി, ശിവനോട് നമുക്ക് ആകർഷണം തോന്നിയതിനാൽ പിതാവ് നമ്മോട് ക്രോധിതനായി. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ സത്യമായ സ്നേഹമായിരുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ പിതാശ്രീയാണ് പ്രജാപതി ദക്ഷൻ, ശിവനോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തി. എന്നാൽ മറുഭാഗത്ത് ശിവനാണ് ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്ത വ്യക്തി. സ്നേഹം ഇവർ രണ്ടുപേരിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം സ്നേഹം ഹൃദയത്തിന്റെ പവിത്രമായ ഭാവമാണ്. അവിടെ ഒരാൾക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നിനക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നാണോ പറയുന്നത്? ഇവയെല്ലാം വെറും തോന്നലുകളാണ്. പറയാൻ വളരെ ലളിതമാണ് സഹോദരി, പക്ഷെ അനുഭവിക്കുക എന്നത് വളരെ കഠിനമാണ്. നാം മനുഷ്യർക്കിടയിൽ ഒരേ ഒരു വിഷമമാണുള്ളത്. നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നാം ഒരു വ്യക്തിയെക്കുറിച്ച് മുൻവിധി ഉണ്ടാക്കുന്നു. ജ്യേഷ്ഠത്തി, അവിടുന്ന് നമ്മുടെ മനസ്സിലെ എല്ലാ തോന്നലുകളും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ശരിയാണ് പറയുന്നത്. മാതാവ് കഴിഞ്ഞാൽ ജ്യേഷ്ഠത്തെയാണ് ഏറ്റവും നല്ല അധ്യാപിക. ഇപ്പോൾ എല്ലാം വ്യക്തമായി ജ്യേഷ്ഠത്തി, എല്ലാം വ്യക്തമായി. അവിടത്തേക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമുക്കെല്ലാം മനസ്സിലായി. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല സതി. പക്ഷെ നമുക്ക് മനസ്സിലായി ജ്യേഷ്ഠത്തി. നാം ശിവനെ മറക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രയധികം നാം ശിവനിലേക്ക് ആകൃഷ്ടയാവുകയാണ്. അദ്ദേഹത്തെ വെറുക്കാൻ ശ്രമിക്കും തോറും അത്ര തന്നെ സ്നേഹം കൂടുകയാണ്. മതിയാക്കൂ സതി, മതിയാക്കൂ. അർത്ഥമില്ലാത്ത ഈ ജൽപ്പനകൾ. പ്രജാപതി ദക്ഷന്റെ പുത്രന്മാരാണ് നാം എന്ന് മറന്നു പോകരുത്. മാനുഷ്യർക്ക് നാം ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് വിവാഹത്തിന് മുമ്പുള്ള പ്രണയം അശോഭനീയവും നിന്ദനീയവുമാണ്. വിവാഹത്തിന് മുൻപ് പ്രണയമുണ്ടാവുകയാണെങ്കിൽ അത് അശോഭനീയമായി തീരുമോ? നിന്ദനീയമായി തീരുമോ? അതെ, അത് ഒരിക്കലും സ്വീകാര്യമല്ല. സാമൂഹിക പാരമ്പര്യത്തിന് വിരുദ്ധമാണ്. അതിനാൽ ഈ പ്രണയം മറന്നു കളഞ്ഞേക്കൂ. ഈ പ്രണയത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല സതി. വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. ശിവനെ മറന്നു കളയൂ. നമ്മോട് ക്ഷമിച്ചാലും ശിവ, എത്ര അറിവില്ലാത്തവളാണ് നാം. ഒരിക്കൽ പോലും നാം ശ്രമിച്ചിരുന്നില്ല അങ്ങയുടെ മുഖത്തുള്ള വിരക്തിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ. നാം എപ്പോഴും നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. ഒരിക്കലും പ്രയത്നിച്ചിരുന്നില്ല അങ്ങയുടെ മുഖത്തുള്ള വേദനയുടെ അർത്ഥം മനസ്സിലാക്കാൻ. നമ്മോട് ക്ഷമിച്ചാലും ശിവ, ക്ഷമിച്ചാലും ഈ സതിയോട് ക്ഷമിച്ചാലും.
ഇതെന്ത് സംഗീതമാണ്? ഇത് കേൾക്കുമ്പോൾ സുഖം അനുഭവപ്പെടുകയാണ്. ഈ പ്രാർത്ഥന ശിവനുള്ളതാണല്ലോ. അതിനർത്ഥം ശിവൻ തീർച്ചയായും അവിടെ ഉണ്ടാകുമെന്നാണ്. നമുക്ക് അവിടേക്ക് പോകേണ്ടതുണ്ട്. ശിവന്റെ ഈ പുഞ്ചിരിക്കായി എത്ര ജന്മങ്ങളുടെ ദുഃഖങ്ങൾ വേണമെങ്കിലും സഹിക്കാൻ ഈ സതി തയ്യാറാണ്. ചിലപ്പോൾ ഇത് നമുക്കുള്ളതാവില്ല. അല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ഇത്ര നിഷ്ഠൂരവും ക്രൂരവുമായി പെരുമാറുകയില്ലായിരുന്നു. കേവലം നമ്മെ മാത്രം തിരസ്കരിച്ചു. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും അങ്ങേക്ക് സ്വീകാര്യമാണ്. ചിലപ്പോൾ ഇത് നമ്മുടെ മാത്രം ഭാവനയായിരിക്കാം ശിവ. നാം ബോധവതിയായിരുന്നില്ല. സതി തന്റെ വാസ്തവിക രൂപം തിരിച്ചറിഞ്ഞതിനു ശേഷവും അവളുടെ മനസ്സ് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ സതിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവർ ആദിശക്തിയായിരുന്നല്ലോ. കാണുന്നതും മനസ്സിലാക്കുന്നതും തമ്മിൽ അന്തരമുണ്ടാകും. കാണുന്നതിന് ആഴമേറിയ ദൃഷ്ടി ആവശ്യമായി വരില്ല. പക്ഷെ മനസ്സിലാക്കുന്നതിന് ഒരു വസ്തുവിനെ ആഴത്തിൽ പഠിക്കേണ്ടതായി വരും. അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടി വരും. ഉൾമനസ്സിലെ ദൃഷ്ടിയാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇനി അഥവാ ഉൾമനസ്സിലെ ദൃഷ്ടി പ്രകടമാകുന്നില്ല എങ്കിൽ
അതുവരെ എന്തുകൊണ്ട്, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രാപ്തമാകുന്നതല്ല. നമുക്ക് മനസ്സിലായി മിത്രമേ, അവിടുത്തെ വാക്കുകളുടെ ശരിയായ അർത്ഥം എന്താണെന്ന്. നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ടതാണ് നാം വിഷം പാനം ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ പാനം ചെയ്യാൻ സാധിക്കും? ഏത് ശക്തി കാരണമാണോ പാനം ചെയ്യാൻ സാധിക്കുന്നത്, ആ ശക്തിയെക്കുറിച്ച് നമുക്ക് അറിവുള്ളതല്ല. സത്യമല്ലേ പറഞ്ഞത്? ഇതാണ് പ്രധാനമായി അവിടുന്ന് അറിഞ്ഞിരിക്കേണ്ടത് മഹാദേവ. എങ്കിൽ മാത്രമേ അവിടുത്തേക്ക് അവിടുത്തെ അടിസ്ഥാന രൂപത്തെ തിരിച്ചറിയാനാകൂ. അവിടുന്നാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവൻ എന്ന്. കഥ വളരെ നന്നായി പറയുന്നുണ്ട് മിത്രമേ. എങ്കിൽ ബാക്കി കൂടി കേട്ടാലും? ഇനി ബാക്കിയുള്ള കഥ ഇന്നല്ലേ മിത്രമേ. നമുക്ക് നമ്മുടെ മാതാവിന്റെ സന്ധ്യ പൂജയ്ക്കായി പുഷ്പങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കഥ കേൾക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ മാതാവിന്റെ പൂജ സാധ്യമാകില്ല. ഒരു വൃക്ഷങ്ങളിലും പുഷ്പങ്ങളില്ലല്ലോ. അല്ലയോ പുഷ്പവൃക്ഷങ്ങളെ, നിങ്ങൾക്ക് നമ്മുടെ മാതാവിന്റെ സന്ധ്യാപൂജയ്ക്കായി പുഷ്പങ്ങൾ നൽകാൻ സാധിക്കുമോ? മായാസുര, ഈ ബാലശിവനോട് പ്രതികാരം ചെയ്യാൻ ഇതാണ് അവസരം. ഇവന്റെ അന്ത്യം കുറിക്കുന്നതിനും ഇത് തന്നെയാണ് അവസരം. അങ്ങനെ തന്നെ സംഭവിക്കും ബാലശിവ. ഇനി നിന്റെ അന്ത്യം നമ്മുടെ കൈകൊണ്ട് തന്നെ സംഭവിക്കും. അല്ലയോ മഹാദേവ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഇവിടേക്ക് വരാൻ സാധിക്കൂ, അങ്ങേ ദർശിക്കാനും സാധിക്കുകയുള്ളൂ. ശീലാവതി, ഈ ഗ്രാമം മുഴുവൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വർഷങ്ങളായി നിങ്ങൾ ഇവിടേക്ക് വരുന്നുമുണ്ട്. എന്നിട്ടൊന്നും ആവശ്യപ്പെടാറില്ല. എന്തെങ്കിലും ആവശ്യപ്പെടൂ. ഇവിടെ വരുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ മഹാദേവൻ പൂർത്തിയാക്കുന്നതാണ്. നാം അദ്ദേഹത്തോട് എന്താണ് ആവശ്യപ്പെടുക പൂജാരി? മഹാദേവൻ നമുക്ക് ആദ്യമേ തന്നെ എല്ലാം തന്നു കഴിഞ്ഞല്ലോ. നാം ആരോഗ്യവതിയാണ്. ഉത്തരവാദിത്വമുള്ള ഒരു ചെറുമകനെയും അദ്ദേഹം തന്നിട്ടുണ്ട്. നാം മഹാദേവനോട് ദിനവും ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഈ ഭക്തി എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാകണം. എന്താ ഈ പറയുന്നേ? ദേവാദിദേവൻ മനുഷ്യരൂപം പൂണ്ട് മനുഷ്യരുടെ ഇടയിലാണ് കഴിയുന്നതെന്നോ? അതെ, സതി അനസൂയ അദ്ദേഹത്തിന്റെ മാതാവാണ്. പിതാവ് ഋഷി അത്രി. അവരുടെ കൂടെയാണ് മഹാദേവൻ വളരുന്നത്, ബാലശിവനായി. പുത്ര, ഭഗവാന്റെ വിഷയത്തിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പാപമാണ് പുത്ര. മഹാദേവൻ ആദിദേവനാണ്. അദ്ദേഹം എന്തിനാണ് ഈ ഭൂമിയിൽ വസിക്കാൻ എത്തുന്നത്? ശരി, നാം പറഞ്ഞത് വിശ്വാസം വരുന്നില്ലെങ്കിൽ അവിടുന്ന് സ്വയം പോയി നോക്കിയാലും. ഇവിടുന്ന് ഉത്തരദിശയിലേക്ക് പോവുകയാണെങ്കിൽ 2 യോജന കഴിയുമ്പോൾ ഋഷി അത്രിയുടെ ആശ്രമമാണ്. അവിടെ ശക്തിയുടെ പ്രതീകമായ സതി അനസൂയയെയും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ത്രിദേവന്മാരെയും കാണാൻ സാധിക്കും. അങ്ങനെയാണോ? എങ്കിൽ നാം തീർച്ചയായും പോകും, നമ്മുടെ ആരാധ്യദേവന്റെ ദർശനം നേടാൻ. മാതേ, മാതേ, മാതേ.
മാതേ നോക്കൂ, അവിടുത്തെ ആവശ്യപ്രകാരം പൂജയ്ക്കായി എന്തുമാത്രം പുഷ്പങ്ങളാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. വരൂ, സന്ധ്യാപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ശരി. ഇന്ന് കഥ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു മാതേ, രസകരവുമായിരുന്നു. പക്ഷേ മിത്രത്തിന്റെ കഥയിൽ വിരഹവേദനയുടെ തീവ്രത അധികമായിരുന്നു.